Hi students, welcome to A Dream Classroom. So in this session we are going to deal with the first unit of third block of the paper BEGC 109 British Romantic Literature. Okay, so യൂണിറ്റ് 1 ഈ ഒരു ബ്ലോക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്ലോക്കിൻ്റെ പേര് വരുന്നത് എങ്ങനെയാണ്? ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ 2 എന്ന് പറഞ്ഞിട്ടാണ്. സോ ബ്ലോക്ക് 2-ൽ നമ്മൾ ഡീൽ ചെയ്തത് റൊമാൻറ്റിക് ലിറ്ററേച്ചർ പാർട്ട് 1 എന്നുള്ള ഒരു ഭാഗം, അതിലെ കുറച്ച് റൈറ്റേഴ്സ് അല്ലേ, നമ്മുടെ വേർഡ്സ്വർത്ത്, അതുപോലെ തന്നെ കോൾറിഡ്ജ്, അവരുടെയൊക്കെ വർക്ക്സുകൾ, ആഫ്റ്റർ ബ്ലെയിം എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മളവിടെ എൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ, റോബർട്ട് സദേയുടെയൊക്കെ. ഇനി ഈ ഒരു യൂണിറ്റിൽ നമുക്ക് അടുത്ത കുറച്ച് റൈറ്റേഴ്സും അവരുടെ വർക്ക്സുമാണ് നോക്കാനുള്ളത് റൊമാൻറ്റിക് ഏജിലെ. സോ യൂണിറ്റ് 1 ഇസ് ഡീലിംഗ് വിത്ത് ചാൾസ് ലാംബ്, എ ഡിസർട്ടേഷൻ അപ്പോർഡ് റോസ് ടു പീക്ക്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക് വരുന്നത്. ആ മെയിൻ വർക്കിൽ എന്താ പറയണ്ടേ, അതാണ്, അതായത് ചാൾസ് ലാംബിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മൊത്തം പഠിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്കായിട്ടുള്ള എ ഡിസർട്ടേഷൻ അപ്പോൾ റോസ് ടു പീക്ക്. സോ അതിന് മുന്നേ, അതായത് ഇതൊരു എസ്സേ ആണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് എസ്സേ ആണ് ഇത്. സോ അതിലേക്ക് കിടക്കുന്നത് മുന്നേ നമുക്ക് ആരാണ് ചാൾസ് ലാംബ് എന്നതും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, സോ ചാൾസ് ലാംബ് ഹിസ് ടൈം പീരീഡ് ഇസ് ലൈക്ക് ദിസ് 1775 to 1834 and is one of the greatest English essayists of the Romantic age. Although he lived during the same period as famous poets such as William Wordsworth, Samuel Taylor Coleridge, P.B. Shelley and John Keats, Lamb became famous not as a poet but as an essayist. അപ്പോൾ ഇവർ ചാൾസ് ലാംബിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുറേ ആൾക്കാരൊക്കെ ആയിരുന്നു നമ്മുടെ വില്യം വേർഡ്സ്വർത്ത്, അതുപോലെ തന്നെ സാമുവൽ കോളറിഡ്ജ് അല്ലേ, എസ് ടി കോളറിഡ്ജ്, പി ബി ഷെല്ലി, ജോൺ കീറ്റ്സ്. ഓക്കെ, എന്നാൽ ലാംബ് ഇവരൊക്കെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിറ്റാണ്. കൂടാതെ ഹീ ഈസ് വൺ ഓഫ് ദ ഫേമസ് എസ്സേയിസ്റ്റ് ഓഫ് എന്താ പറയേണ്ടത്, റൊമാൻറ്റിക് ലിറ്ററേച്ചർ എന്ന് പറയാം. ആൻഡ് ഹിസ് എസ്സേസ് ആർ അഡ്മയർഡ് ഫോർ ദെയർ വാംത്, ഹ്യൂമർ, നൊസ്റ്റാൾജിയ, സിംപ്ലിസിറ്റി ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹ്യൂമൻ നേച്ചർ. And he transformed the personal essay into an intimate conversation between the writer and the reader. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരു എസ്സേ വായിക്കുന്നതിലൂടെ അത്രയും ഒരു ഇൻറ്റിമസി ബിറ്റ്വീൻ റീഡർ ആൻഡ് റൈറ്റർ, അത്തരത്തിലുള്ള ഒരു എസൻസ് ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഒരു പേഴ്സണൽ എസ്സേയിൽ നിന്ന്, അല്ലെങ്കിൽ അല്ലേ, ഒരു റൈറ്റർ എഴുതുന്ന ഒരു പേഴ്സണൽ എസ്സേ എന്നതിലുപരി അദ്ദേഹം എന്താണ്, റീഡേഴ്സിനും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് എഴുതുന്ന ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ടൈമിലെ വേറെ പല റൈറ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലാംബ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഗ്രാൻഡ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻസ്റ്റെഡ് ഹി ഫൗണ്ട് ബ്യൂട്ടി ആൻഡ് മീനിങ് ഇൻ ഓർഡിനറി എക്സ്പീരിയൻസസ് ആൻഡ് ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ഫ്രണ്ട്ഷിപ്സ്, ബുക്സ്, ഫുഡ്, ഓൾഡ് കസ്റ്റംസ് ആൻഡ് എവറിഡേ ലൈഫ്. അപ്പോൾ ഇതിലൊക്കെ കണ്ടിരുന്ന ഒരു ബ്യൂട്ടി ആണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൂടെ കൊണ്ടുവന്നിരുന്നത്. ആൻഡ് his essays are still read because they reveal universal human emotions in a gentle and humorous manner. അപ്പോൾ ഇപ്പോഴും അല്ലേ, ആസ് എ റീഡേഴ്സ് വി ആർ ഗോയിങ് ഫോർ എന്താണ്, നമ്മളില്ലെങ്കിലും അല്ലേ, റീഡേഴ്സ് എപ്പോഴും ചാൾസ് ലാംബിൻ്റെ ബുക്ക് പ്രിഫർ ചെയ്യും. ബിക്കോസ് ഹ്യൂമൻ നേച്ചറിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമോഷൻസ് തൊട്ടറിയാനും അതനുസരിച്ച് എഴുതാനും ചാൾസ് ലാംബിന് പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫാണ് നോക്കാൻ പോകുന്നത്. ഹി വാസ് ബോൺ ഓൺ 10th February 1775 ഇൻ ക്രൗൺ ഓഫീസ് റോഡ്, ഇന്നർ ടെമ്പിൾ, ലണ്ടനിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേര് ജോൺ ലാംബ് ആണ്. ആൻഡ് ഹി വാസ് എ ക്ലർക്ക് ആൻഡ് സെർവൻറ്റ് ടു സാമുവൽ സോൾട്ട്, എ ലോയർ. സാമുവൽ സോൾട്ടിൻ്റെ ഒരു സെർവൻ്റ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ഓൾദോ ദ ഫാമിലി വാസ് നോട്ട് വെൽത്തി, ദേ വാല്യൂഡ് എഡ്യൂക്കേഷൻ. സോ ചാൾസ് ലാംബ്സ് ഫാമിലി വാസ് നോട്ട് അറ്റ് ഓൾ വെൽത്തി, ബട്ട് ദേ വാല്യൂഡ് എഡ്യൂക്കേഷൻ കിട്ടണം മക്കൾക്ക്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ വാല്യൂ എന്താണെന്ന് ആ ഫാമിലിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ലാംബ് എന്ത് ചെയ്തു അറിയോ, ലാംബിനെ ക്രിസ്റ്റ് ഹോസ്പിറ്റൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ ചേർക്കുകയും അങ്ങനെ അവിടെ ഹി സ്റ്റാർട്ടഡ് ഹിസ് എഡ്യൂക്കേഷൻ. ആൻഡ് ഇംഗ്ലണ്ടിൻ്റെ മോസ്റ്റ് ഫേമസ് സ്കൂൾ തന്നെയാണ് അത്. ആൻഡ് ഹി മെറ്റ് സാമുവൽ ടൈലർ കോളറിഡ്ജ്. അവിടെ വെച്ചിട്ടാണ് എസ് ടി കോളറിഡ്ജിനെ അദ്ദേഹം മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹു ബിക്കെയിം ഹിസ് ലൈഫ് ലോങ് ഫ്രണ്ട്. അങ്ങനെ ഒരു ലൈഫ് ലോങ് ഫ്രണ്ടായിട്ട് മാറുകയും ചെയ്തു കോളറിഡ്ജ് ലാംബിൻ്റെ കേട്ടോ. ആൻഡ് കോളറിഡ്ജ് റെക്കഗ്നൈസ്ഡ് ലാംബ്സ് ലിറ്റററി ടാലൻറ്റ് ഫ്രം ആൻ ഏർലി ഏജ് ആൻഡ് ദ ടു റിമെയിൻ ക്ലോസ്ലി കണക്റ്റഡ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്സ്. അങ്ങനെ
കോളറിഡ്ജ് ആണ് ലാംപിൻ്റെ, അതായത് ചാൾസ് ലാംപിൻ്റെ ആ ഒരു ലിറ്റററി എന്താ പറയണ്ടേ സ്കിൽസ് കണ്ടെത്തുകയും ലിറ്റററി ടാലൻറ്റ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ രണ്ടുപേരും കൂടി ടുഗെദറായിട്ട് ഒരു ലിറ്റററി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ലാംസ് ലൈഫ് വാസ് ഫിൽഡ് വിത്ത് സോറോ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇനി അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയണ്ടേ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫല്ല അദ്ദേഹം ജീവിച്ചിരുന്നത് നമുക്ക് വ്യക്തമാണ്. കാരണം എന്താ വെച്ചാൽ 1796 അദ്ദേഹത്തിൻ്റെ എൽഡർ സിസ്റ്റർ മേരി ലാംബാണ് അദ്ദേഹത്തിൻ്റെ എൽഡർ സിസ്റ്റർ. ആൻഡ് ഷീ സഫേർഡ് എ സിവിയർ മെൻ്റൽ ഇൽനെസ്, ഒരു മെൻ്റൽ ഇൽനെസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ. അങ്ങനെ ഡ്യൂറിങ് വൺ ഓഫ് ഹെർ അറ്റാക്സ് ഷീ ട്രാജിക്കലി കിൽഡ് ദെയർ മദർ. അങ്ങനെ ആ ഒരു മെൻ്റൽ ഇൽനെസ് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി അറിയാലോ നമ്മൾ അൺഅവയർഡായിട്ട് പല കാര്യങ്ങളും ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഷീ കിൽഡ് ഹെർ മദർ ട്രാജിക്കലി എന്നാണ് പറയുന്നത്. സിൻസ് മേരി വാസ് മെൻ്റലി ഇൽ ഷി വാസ് നോട്ട് ഇംപ്രിസൺഡ്. അപ്പോൾ മെൻ്റൽ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് തന്നെ ഷി വാസ് നോട്ട് പ്രിസൺഡ്. ഇൻസ്റ്റെഡ് ചാൾസ് ടു കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ കെയറിങ് ഫോർ ഹെർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. പക്ഷേ ചാൾസ് ലാംബാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിനെ ഏറ്റെടുക്കുകയും അങ്ങനെ കംപ്ലീറ്റ് ലൈഫിൽ അദ്ദേഹം ഒരു ടേക്ക് കെയർ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു ഇവൻറ്റ് ചാൾസിൻ്റെ ലൈഫിനെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. ആൻഡ് ഹി റിമെയിൻഡ് അൺമാരീഡ് ബിക്കോസ് ഹി ഡിവോട്ടഡ് ഹിംസെൽഫ് എൻറ്റയർലി ടു ഹിസ് സിസ്റ്റർ. അപ്പോൾ കല്യാണമൊന്നും കഴിച്ചിരുന്നില്ല. കാരണം എന്താണ്, തൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് അല്ലേ തൻ്റെ ജീവിതം എൻറ്റയർലി ഡിവോട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഒന്ന് എന്താണ് തൻ്റെ അല്ലേ സൊസൈറ്റിയിൽ പലരും അവളെ കാണുക, മേരി ലാംബിനെ കാണുക തൻ്റെ തൻ്റെ അമ്മയെ കൊന്ന മകൾ എന്നുള്ള രീതിക്കാണ്. പക്ഷേ അവെയർഫുള്ളി അല്ലല്ലോ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഷീ വാസ് സഫറിങ് മെൻ്റൽ ഇൽനെസ്, ദാറ്റ്സ് വൈ. സോ അപ്പോൾ പോയറ്റ് ആരാണ്, ചാൾസ് ലാം നോസ് ദാറ്റ്. അതുകൊണ്ട് തന്നെ ഫുൾ ലൈഫിലെ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഹീ ജസ്റ്റ് ലുക്ക് ആഫ്റ്റർ അല്ലേ, അല്ലെങ്കിൽ ലുക്ക്ഡ് ആഫ്റ്റർ his sister Mary Lamb. So he was unmarried എന്നും പറയുന്നുണ്ട്. Whenever Mary's illness returned, Charles personally looked after her and admitted her to hospitals until she recovered. This lifelong sacrifice makes Charles Lamb one of the most compassionate figures in English literature. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു പീസ്ഫുൾ ലൈഫ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് എന്താണെന്ന് പോലും ചാൾസ് ലാംബിന് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടില്ല അല്ലേ. സോ ഇവൻ എന്ത് ചെയ്തു, മോസ്റ്റ് കമ്പാഷനേറ്റ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാക്രിഫൈസ് ഒക്കെ നേടിയതുകൊണ്ട് തന്നെ മോസ്റ്റ് കമ്പാഷനേറ്റ് ഫിഗർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് നമുക്ക് ആരെ പറയാം, നമ്മുടെ ചാൾസ് ലാംബിനെ പറയാൻ പറ്റും. And his career, because of financial difficulties, Lamb could not attend യൂണിവേഴ്സിറ്റിയിലൊന്നും പോയി പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ കാരണങ്ങളൊക്കെ കൊണ്ട്. അങ്ങനെ ഏജ് ഓഫ് 17 ഹി ജോയിൻഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ ക്ലർക്കായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ കയറുകയാണ് ചെയ്തത്. ദെൻ ഹി വർക്ക്ഡ് ഫോർ അബൌട്ട് 33 years അവിടെ വർക്ക് ചെയ്തു. ഓൾദോ ഹി disliked office work, the job provided financial stability, allowing him to support himself and marry. അപ്പോൾ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ അല്ലേ ലാംബിനെ സഹായിച്ചത് ആ ഒരു ജോലിയായിരുന്നു. ഓൾദോ ഹി ഡിഡ് നോട്ട് ലൈക്ക് ദാറ്റ് ജോബ്. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ലാംബ് ഫൈനലി എൻജോയ്ഡ് ഗ്രേറ്റർ ഫ്രീഡം ടു റൈറ്റ് ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അങ്ങനെ ആഫ്റ്റർ റിട്ടയർമെൻ്റ് ആണ് കുറച്ചെങ്കിലും ഒരു ഫ്രീഡവും എൻജോയ്മെൻ്റ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാ, എസ്സേസ് ഓഫ് ഏലിയ, ലോസ്റ്റ് എസ്സേസ് ഓഫ് ഏലിയ. ബിക്കോസ് ഇവിടെ ഏലിയ എന്ന് പറയുന്നത് ഹി റോട്ട് അണ്ടർ ദ പെൻ നെയിം ഓഫ് ഏലിയ. നമ്മൾ പറയില്ലേ തൂലിക നാമം മലയാളത്തിൽ, അതേപോലെ ഏലിയ എന്ന് പറയുന്ന പെൻ നെയിമിലാണ് അദ്ദേഹം പല റൈറ്റിങ്സും എഴുതിയിട്ടുള്ളത്. സോ ഫേമസ് 2 കളക്ഷൻസ് ആണ് എസ്സേസ് ഓഫ് ഏലിയ ആൻഡ് ലാസ്റ്റ് എസ്സേസ് ഓഫ് ഏലിയ എന്ന് പറയുന്നത്. ആൻഡ് ദീസ് എസ്സേസ് മേഡ് ഹിം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രോസ് റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇനി മേരി ലാംബ്, അദ്ദേഹത്തിൻ്റെ സിസ്റ്ററുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, മേരി ലാംബ് വാസ് നോട്ട് ഓൺലി ചാൾസ് സിസ്റ്റർ ബട്ട് ഓൾസോ ഹിസ് ക്ലോസ് ഫ്രണ്ട് ആൻഡ് ലിറ്റററി കമ്പാനിയനും ക്ലോസ് ഫ്രണ്ടുമായിരുന്നു.
ആൻഡ് ടുഗദർ ദേ റോട്ട് ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ എന്ന് പറയുന്നൊരു വർക്ക്, ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ. അതൊരു കളക്ഷൻ ഓഫ് ഷേക്സ്പിയേഴ്സ് പ്ലേ റീറിട്ടൺ സിമ്പിൾ ലാംഗ്വേജ് ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് റീറിട്ടൺ ചെയ്തിട്ടുള്ള ഷേക്സ്പിയറിൻ്റെ മീൻസ് റൈറ്റിങ്സ് ആയിരുന്നു അത് കേട്ടോ. സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഷേക്സ്പിയറിൻ്റെ ഒരു കളക്ഷൻ ആയിരുന്നു. ഷേക്സ്പിയറിൻ്റെ കളക്ഷൻ്റെ റീകളക്ഷൻ എന്ന് പറയാം നമ്മൾ, അല്ലെങ്കിൽ റീറിട്ടൺ വേർഷൻ എന്ന് പറയാം. സോ മേരി ലാംബ് ആൻഡ് ചാൾസ് ലാംബ് ടുഗദർ wrote this. Then Charles adapted the tragedies while Mary adapted most of the comedies. അതായത് ചാൾസ് ലാംബ് മീൻസ് ഷേക്സ്പിയറിൻ്റെ ട്രാജഡീസ് അഡാപ്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതെങ്കിൽ അഡാപ്റ്റഡ് ആക്കി ചെയ്തിട്ടുള്ളത് ചാൾസ് ആണെങ്കിൽ കോമഡീസ് എന്ത് ചെയ്യുന്നത് അഡാപ്റ്റഡ് ചെയ്ത് എഴുതിയത് നമ്മുടെ മേരി ലാംബ് ആയിരുന്നു. ദിസ് വർക്ക് റിമെയിൻസ് പോപ്പുലർ ഈവൻ ടുഡേ ബിക്കോസ് ഇറ്റ് ഇൻട്രൊഡ്യൂസസ് യങ് റീഡേഴ്സ് ടു ഷേക്സ്പിയർ. അപ്പോൾ അല്ലേ, യങ് റീഡേഴ്സിനെ ഷേക്സ്പിയറിലേക്ക് അടുപ്പിച്ചത് ഈ പറഞ്ഞ ഇവർ രണ്ടുപേരും ആണ്. കാരണം ഇവർ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയതുകൊണ്ടാണ് ഷേക്സ്പിയറിൻ്റെ വർക്ക്സ് യങ് റീഡേഴ്സിന് എന്താ പറയണ്ടേ വായിക്കുന്ന രീതിക്ക് ആവാൻ പറ്റിയത് കേട്ടോ. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാംബ്സ് എസ്സേസ് കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണൽ എസ്സേസ് അദ്ദേഹം എഴുതാറുണ്ട്, ജെൻറൽ ഹ്യൂമർ കൊടുക്കാറുണ്ട്, നൊസ്റ്റാൾജിയ ആണ്, അതുപോലെ ഹ്യൂമാനിറ്റി കാണാൻ പറ്റും, ഇമാജിനേഷൻസ് കാണാൻ പറ്റും. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ലിറ്ററേച്ചറിൽ പറയുകയാണെങ്കിൽ he revived the familiar essay in English literature. Instead of discussing politics or philosophy in formal style, he made essay personal, emotional, humorous and entertaining. And his essays combine imagination with reality, making readers laugh while also reflecting on life. His influence can be seen in many later essays എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. So that's all about the small introduction about Charles Lamb. Then we can move on to the മെയിൻ വർക്ക് ഓർ മെയിൻ എസ്സേ. സോ ഇതിൽ മെയിൻ എസ്സേസ് പറയുന്നുണ്ട്. ഒന്ന് ഡിസേർട്ടേഷൻ അപ്പോൺ ലോസ്റ്റ് പീക്ക്, പിന്നെ ഡ്രീം ചിൽഡ്രൻ എ റിവറി എന്ന് പറയുന്ന ഒരു ഫേമസ് എസ്സേ ആണ്. ദെൻ ഓൾഡ് ചൈന, അങ്ങനെ കുറേ ഉണ്ട്, എക്സെട്ര ആണ്. സോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള മെയിൻ എസ്സേ എന്ന് പറയുന്നത് ഡെസേർട്ടേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ് ആണ്. സോ അതെന്താണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നൗ ലെറ്റ്സ് എക്സ്പ്ലോർ വാട്ട് ദി എസ്സേ കൺവേസ് ഓർ ദ എസ്സേ എ ഡിസേർട്ടേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ് കൺവേസ്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു എസ്സേ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്, എന്നിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറിയിലേക്ക് പോവാം. സോ എ ഡിസേർട്ടേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ എസ്സേസ് ഓഫ് ഏലിയ. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കളക്ഷൻ ഓഫ് എസ്സേസ് 1823 പബ്ലിഷ് ചെയ്തിട്ടുള്ള എസ്സേസ് ഓഫ് ഏലിയ എന്നുള്ളതിലായിരുന്നു ആദ്യം ഈ ഒരു ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് ഈ ഒരു എസ്സേ. And although title sounds scholarly because of the word dissertation, it is actually humorous essay. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതൊരു കോമഡി മാനർ അല്ലെങ്കിൽ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള എസ്സേ ആണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഫസ്റ്റിന് നമുക്ക് അവിടെ ഡിസേർട്ടേഷൻ അല്ലേ, നമ്മുടെ പ്രൊജക്റ്റ് വർക്ക്, നമ്മുടെ ഡിസേർട്ടേഷൻ തെസിസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഒരു പ്രൊജക്റ്റ് വർക്ക് അപ്പോൺ റോസ്റ്റ് പിഗ് എന്നാണ് അതിൻ്റെ ഇത് അല്ലേ, അതായത് ഒരു വേവിച്ച് കിടക്കുന്ന ഒരു പിഗിനെ കുറിച്ചുള്ളൊരു പ്രൊജക്റ്റ്. അപ്പോൾ എന്താണത്, അപ്പോൾ നമുക്ക് ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി വരില്ലേ, അതെന്താണെന്ന് അറിയാനുള്ളത്. സോ ആ ഒരു ഡിസേർട്ടേഷൻ എന്നുള്ള വേർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് ആക്ച്വലി ഒരു ഹ്യൂമറസ് എസ്സേ ആണെന്നാണ് പറയുന്നത്. കാരണം സ്കോളർലി സൗണ്ടാണ് അത് നമുക്ക് കേൾക്കുമ്പോൾ അല്ലേ. So the essay playfully explains how roasted pork was supposedly discovered in ancient China. അപ്പോൾ ആൻഷ്യൻ ചൈനയിൽ എങ്ങനെയാണ് ഒരു റോസ്റ്റഡ് പിഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഇതിലൂടെ പ്ലേഫുള്ളി അല്ലേ ലാംബ് പറയുന്നത്. സോ ലാംബ് ഇൻവെൻറ്റ്സ് എ കംപ്ലീറ്റ്ലി ഇമാജിനറി സ്റ്റോറി ടു എക്സ്പ്ലെയിൻ ദിസ് ഡിസ്കവറി. അപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ച് അദ്ദേഹം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു ഇമാജിനേറ്റീവ് എന്താ പറയണ്ടേ കോമഡി സ്റ്റോറിയാണ് ഈ ഒരു എസ്സേ നമുക്ക് പറയാനുള്ളത്. ആൻഡ് ദ എസ്സേ ഈസ് നോട്ട് മെൻറ്റ് ടു ബി ടേക്കൺ ആസ് ഹിസ്റ്റോറിക്കൽ ഫാക്ട്. ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് ഈസ് എ ബ്രില്യൻ എക്സാമ്പിൾ ഓഫ് ഹ്യൂമറസ് ഫിക്ഷൻ മിക്സ്ഡ് വിത്ത് മോക്ക് സ്കോളർഷിപ്പ് എന്ന് പറയാൻ പറ്റും. ആൻഡ് ദി എസ്സേ ഡെമോൺസ്ട്രേറ്റ്സ് ലാംബ്സ് എക്സ്ട്രാ ഓർഡിനറി ഇമാജിനേഷൻ. ഹി ട്രാൻസ്ഫോംസ് എ സിമ്പിൾ ടോപ്പിക് റോസ്റ്റഡ് പോർക്ക് into an entertaining narrative filled with humor, exaggeration, irony and satire. അല്ലേ, അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റോസ്റ്റഡ് പിഗ് എന്നുള്ളത്. സോ അതിനെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു നറേറ്റീവ് ആക്കി മാറ്റി. ആൻഡ് ഇറ്റ് ഫിൽഡ് വിത്ത് ഹ്യൂമർ, എക്സാജുറേഷൻ, ഐറണി ആൻഡ് സറ്റയർ. ഇനി വൈ ഡിഡ് ലാംബ് റൈറ്റ് ദിസ് എസ്സേ? എന്തിനാ ഇപ്പോൾ എസ്സേ അല്ലെങ്കിൽ ഈ ഒരു എസ്സേക്ക് എഴുതാൻ, അതും ഈ ഒരു ചെറിയ കാര്യം എസ്സേക്ക് ആയിട്ട് എഴുതാൻ എന്താണ് ലാംബിന് പറ്റി, അല്ലെങ്കിൽ ലാംബ് എന്തുകൊണ്ടാണ് അത് എഴുതിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും. ലാംബ് ലവ്ഡ് ഫുഡ്. ഹി ലവ്ഡ് ഫുഡ്.
എസ്പെഷ്യലി റോസ്റ്റ് പോർക്ക്. റോസ്റ്റ് പോർക്ക് എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു ലാംബിന്. Instead of simply praising it, he creates a fictional origin story that makes readers laugh while appreciating human curiosity and accidental discoveries. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്, അതിനെ ആ റോസ്റ്റഡ് പിഗ് എന്നുള്ള കാര്യത്തെ പ്രേസ് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. പക്ഷെ അത് സിംപിളി പ്രേസ് ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു ഫിക്ഷണലായിട്ടുള്ള ഒരു സ്റ്റോറി അല്ലേ അവിടെ ഒറിജിനേറ്റ് ചെയ്യിപ്പിച്ച് റീഡേഴ്സ് ഇത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഹ്യൂമൻ ക്യൂരിയോസിറ്റി പെട്ടെന്നുണ്ടാക്കുന്ന ഓരോ കണ്ടുപിടുത്തത്തെക്കുറിച്ചിട്ടുള്ള അതിനോടുള്ള ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്യൂരിയോസിറ്റീനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അല്ലേ അത് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് എഴുതുകയും അതുപോലെ തന്നെ റീഡേഴ്സ് അത് വായിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ലോഫ് അല്ലേ ഒരു ചിരി പടർത്താൻ കൂടി സഹായിച്ചിട്ടുള്ള ഒരു ഇതും കൂടിയാണ് ഈ ഒരു എസ്സേ എന്ന് പറഞ്ഞിട്ടുള്ളത്. So the essay also gently satirizes people's tendency to exaggerate traditions and blindly imitate customs. അപ്പോൾ ഇത് ചെറിയ രീതിക്ക് ഒരു സറ്റാരിക്കൽ വർക്കും കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ആളുകളുടെ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അതായത് എന്തെങ്കിലും ട്രഡീഷൻസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റം അല്ലേ, ട്രഡീഷൻ ആൻഡ് കസ്റ്റം, അതിനെ ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ എക്സാജറേറ്റ് ചെയ്ത് പറയാനുള്ള ആളുകളുടെ ടെൻഡൻസി ഉണ്ടല്ലോ, അതിനെ അല്ലെങ്കിൽ സറ്റാറൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു എസ്സേയിലൂടെ ലാംബ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ എന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് അതിൻ്റെ എന്താണ് ഇതിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ ഡിസേർട്ടേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ് എന്നുള്ളത് വളരെ ഐറണിക്കലി അല്ലേ നമുക്ക് പറയാൻ പറ്റിയൊരു ടൈറ്റിലും കൂടിയാണ്. കാരണം നമുക്ക് ഒരു ഫസ്റ്റ് ഗ്ലാൻസിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്കിൽ നമുക്ക് മനസ്സിലാവും ടൈറ്റിൽ എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള അക്കാദമിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് അവിടെ പറയുന്നത്. കാരണം ഡിസേർട്ടേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഡിസേർട്ടേഷൻ അവിടെ ഉണ്ടാകുമ്പോൾ തന്നെ യൂഷ്വലി അത് എന്തിനെ റിഫർ ചെയ്യുക, ഒരു ഫോർമൽ സ്കോളർ അല്ലെങ്കിൽ സ്കോളർലി എസ്സേനെയാണ്. പക്ഷേ ഇവിടെ ലാംബ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടൈറ്റിൽ ആസ് ആൻ ഐറണി പോലെയാണ് കേട്ടോ. ഇൻസ്റ്റെഡ് ഓഫ് പ്രസൻറ്റിംഗ് ഫാക്ട്സ് ഹി ഇൻവെൻറ്റ്സ് ആൻ അമ്യൂസിംഗ് ഫിക്ഷണൽ സ്റ്റോറി അബൌട്ട് ദ ഒറിജിൻ ഓഫ് റോസ്റ്റ് പിഗ്. And the essay is written as though it were based on an ancient Chinese manuscript. Lamb pretends to have discovered a historical account explaining how people first learned to roast pigs. അപ്പോൾ എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ആൻഷ്യൻ ചൈന എന്ന് പറഞ്ഞാൽ ആ ഒരു കാലത്തെ ആളുകൾ, അതിന് മുന്നേ അവർ കഴിച്ചിരുന്നത് ഈ വെജിറ്റബിൾസും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുപോലെ പച്ച ഇറച്ചി കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവർ റോസ്റ്റ് ചെയ്തിട്ട് പിഗ് അല്ലെങ്കിൽ മീറ്റുകൾ കഴിക്കാൻ ആരംഭിച്ചത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇതിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു അതായത് ആളുകൾ എങ്ങനെയാണ് റോസ്റ്റ് പിഗ് ഉണ്ടാക്കാൻ പഠിച്ചതും എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഈ ഒരു ഒറിജിൻ സ്റ്റോറി ഇൻസ്പയർ ചെയ്യുന്നത് സ്റ്റൈൽ ഓഫ് ലെജൻഡ്സ് ആൻഡ് ഫോക്സ് ടെയിൽസിനെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇമാജിനറി ഇവൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിലൂടെ ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് അവിടെ കൺവേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹ്യൂമറസ് എഫക്റ്റ് കൊണ്ടുവരാനും ലാംബിന് കഴിഞ്ഞിട്ടുണ്ട്. സോ ദ സെൻട്രൽ ഐഡിയ ഓഫ് ദി എസ്സേ ഈസ് ദാറ്റ് മെനി ഗ്രേറ്റ് ഡിസ്കവറീസ് ഹാപ്പൻ ആക്സിഡൻ്റലി. ഇതാണ് മെയിൻ തീം അല്ലെങ്കിൽ മെയിൻ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത്. അതായത് എന്താണ്, പലതരത്തിലുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസ്കവറീസും ഹാപ്പൻ ചെയ്യുന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് അല്ലെങ്കിൽ വളരെ ആക്സിഡൻ്റലി ആണ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ആസ് സം സയൻറ്റിഫിക് ഡിസ്കവറീസ് വെർ മെയ്ഡ് ബൈ ചാൻസ്, Lamb humorously imagines that roast pork was discovered accidentally when a house caught fire. അപ്പോൾ ഇതിൽ പറഞ്ഞ കുറേ ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് ഡിസ്കവറീസൊക്കെ നടന്ന പോലെ ഇതും ഒരു ഒരു ഡിസ്കവറിയാണ്. അതായത് ഒരു ആ സ്റ്റോറിയിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു വീട് പെട്ടെന്ന് കത്തുകയും അതിൻ്റെ ഉള്ളിൽ ഒരു പിഗ് അകപ്പെടുകയും കത്തിക്കഴിഞ്ഞ ആളുകൾ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോഴാണ് എന്തൊരു മീറ്റ് അവിടെ ഇങ്ങനെ റോസ്റ്റായി കിടക്കുകയും അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയി തോന്നുകയും അങ്ങനെയാണ് അവർ റോസ്റ്റ് പിഗാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ഓക്കെ, the essay celebrates human curiosity and the ability to learn from unexpected situations. Besides entertaining readers, Lamb gently satirizes human greed, blind imitation, and the tendency to exaggerate traditions. So the essay also reflects Lamb's personal love for roast pork, which adds warmth and authenticity to the narrative. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറിയിലേക്ക് പോവാം. അപ്പോൾ ഡീറ്റെയിൽഡ് സമ്മറി പറയുമ്പോൾ ആദ്യം തന്നെ ആൻഷ്യൻറ്റ് ചൈനീസ് സ്റ്റോറീനെ കുറിച്ചിട്ടാണ് ആ ഒരു എസ്സേയിൽ പറയുന്നത്.
So the essay begins with a humorous claim that in ancient China, people did not know how to cook pigs by roasting them. അപ്പോൾ ഈ എസ്സേ തുടങ്ങുമ്പോൾ തന്നെ ഒരു എന്താ പറയണ്ടേ ഹ്യൂമറസ് ക്ലെയിം അല്ലേ കൊടുത്തുകൊണ്ടാണ്, അതായത് പണ്ടത്തെ ആളുകളുടെ, അതായത് പണ്ടത്തെ ആൻഷ്യൻ ചൈനയിലെ ആളുകൾക്ക് ഈ റോസ്റ്റ് പിഗ് എങ്ങനെ ഉണ്ടാക്കുക എന്നറിയില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് പിഗിനെ കുക്ക് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അവരെ കഴിക്കുക എന്നുള്ളത് അറിയില്ലായിരുന്നു. സോ ദേ യൂഷ്വലി ബോയിൽഡ് ഓർ എയ്റ്റ് മീറ്റ് പ്രിപ്പയർഡ് ഇൻ അതർ വേസ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ അവർ വേവിച്ച് കഴിക്കും, അല്ലേ, ബോയിൽഡ് ചെയ്തിട്ട് കഴിക്കും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കും, അല്ലെങ്കിൽ വേറെ പല വഴികളുമാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അക്കോർഡിംഗ് ടു ആൻ ഓൾഡ് ചൈനീസ് മാനുസ്ക്രിപ്റ്റ്, ദ ഡിസ്കവറി ഓഫ് റോസ്റ്റ് പോർക്ക് ഹാപ്പൻ പ്യുവർലി ബൈ ആക്സിഡൻറ്റ്. അപ്പോൾ ഒരു ചൈനീസ് മാനുസ്ക്രിപ്റ്റിൽ, ഓൾഡ് ചൈനീസ് മാനുസ്ക്രിപ്റ്റിലും ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ റോസ്റ്റ് പിഗിൻ്റെ ഡിസ്കവറി ഉണ്ടായത് വളരെ ആക്സിഡൻ്റ് ആയിട്ടാണ് എന്നുള്ളതുണ്ട്. സോ എ പുവർ ഫാമർ, ഇപ്പം നമ്മുടെ ഇതിലേക്ക് വരികയാണ്, എസ്സേയിലേക്ക് വരികയാണ്. എ പുവർ ഫാമർ നെയ്മഡ് ഹൂട്ടി, ഓക്കെ, ഹൂട്ടി ലിവ്ഡ് ഇൻ ചൈന വിത്ത് ഹിസ് യങ് സൺ ബൂബു. ഓക്കെ, അപ്പോൾ ഹൂട്ടി എന്ന് പറയുന്ന ഒരു പുവർ ആയിട്ടുള്ള ഒരു ഫാർമർ ഉണ്ടായിരുന്നു, ചൈനയിലായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ യങ് സണ്ണിൻ്റെ പേരാണ് ബൂബു. ഒരു ദിവസം എന്താണ്ടായി വെച്ചാൽ, വൈൽ ഹൂട്ടി വാസ് എവേ ഫ്രം ഹോം, ബൂബു ആക്സിഡൻ്റലി സെറ്റ് ദെയർ സ്മാൾ കോട്ടേജ് ഓൺ ഫയർ. അപ്പോൾ ഇങ്ങനെ ഈ ഫാദർ പുറത്ത് പോയപ്പോൾ ഈ മീൻസ് ബൂബു എന്താ വെച്ചാൽ ആക്സിഡൻ്റലി അവൻ്റെ കയ്യിൽ നിന്ന് അവർ താമസിച്ചിരുന്ന കോട്ടേജിലേക്ക് പെട്ടെന്ന് എന്തായി, തീ പടരുകയും അങ്ങനെ കത്തുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ the entire house was destroyed and several little piglets inside the house were burned. അപ്പോൾ ചെറിയ കുട്ടികളുണ്ടായിരുന്നു, പിഗ്ലെറ്റ്സ്. അപ്പോൾ അവരും എന്ത് ചെയ്തു, ഈ ക്ലാസ്സിൽ ഇവരുടെ ഈ വീട്ടിൽ അവരും എന്ത് ചെയ്തു, വെന്തുരുകിപ്പോയി അല്ലേ. സോ അങ്ങനെ ഹൂട്ടി റിട്ടേൺ ഹി വാസ് ഷോക്ക്ഡ് ടു ഫൈൻഡ് ഹിസ് ഹൗസ് റെഡ്യൂസ് ടു ഹാഷസ്. അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതൊരു വീടായിരുന്നു, ഒരു കോട്ടേജ് ആയിരുന്നു. തിരിച്ചു വരുമ്പോൾ കോട്ടേജ് കാണാൻ പറ്റുന്നില്ല. ഇൻസ്റ്റഡ് ഹി ഈസ് സീയിങ് ദ ആഷസ്, അല്ലേ, ആഷാണ് അവിടെ കാണുന്നത്. സോ ഹി വാസ് ഷോക്ക്ഡ്. സോ ഹി ബിക്കെയിം ആംഗ്രി വിത്ത് ഹിസ് കെയർലെസ് സൺ. അപ്പോൾ ഒട്ടും കെയർ കൊടുക്കാത്ത അല്ലെങ്കിൽ കെയർലെസ് ആയിട്ടുള്ള തൻ്റെ മകനെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഹൂട്ടിക്ക്. സോ വൈൽ സ്റ്റാൻഡിങ് എമംഗ് ദ റൂയിൻസ്, ബോത്ത് ഫാദർ ആൻഡ് സൺ നോട്ടീസ്ഡ് എ ഡിലീഷ്യസ് സ്മെൽ കമ്മിങ് ഫ്രം ദ ബേൺഡ് പിഗ്ലെറ്റ്സ്. സോ അവരിങ്ങനെ ഈ ബാക്കിയുള്ള അവരുടെ ആഷിൻ്റെ മീൻസ് കത്തിക്കരിഞ്ഞ് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ, ആ റൂയിൻസിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്മെല്ല് ഇങ്ങനെ വരികയാണ്. അതായത് വളരെ ഡെലീഷ്യസ് സ്മെല്ല്, അങ്ങനെ, അതായത് ബേൺഡ് ആയിട്ടുള്ള പിഗ്ലെറ്റ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അതിൽ നിന്നും വരുന്നൊരു ഡെലീഷ്യസ് സ്മെല്ല് എന്ത് ചെയ്തു, അവരെ അട്രാക്റ്റ് ചെയ്തു. അങ്ങനെ ബൂബു ആണ് അവിടെ കണ്ടെത്തുന്നത്. എന്താ വെച്ചാൽ ബൂബു ടച്ച്ഡ് വൺ ഓഫ് ദ ബേൺഡ് പിഗ്ലെറ്റ്. അപ്പോൾ ആ ബേൺഡ് പിഗ്ലെറ്റിലെ ഒന്നിനെ ബൂബു ഒന്ന് പോയിട്ട് ഇങ്ങനെ ഒരു ഫിംഗർ കൊണ്ട് ടച്ച് ചെയ്തു. ബിക്കോസ് ഇറ്റ് വാസ് വെരി ഹോട്ട്, ഹി ക്വിക്ക്ലി പുട്ട് ഹിസ് ഫിംഗേഴ്സ് ഇൻ ടു ഹിസ് മൗത്ത് ടു കൂൾ ദം. അപ്പോൾ പെട്ടെന്ന് തന്നെ തൊട്ട് നോക്കിയപ്പോൾ നമുക്കറിയാമല്ലോ, വെന്തുരുക്കി നിൽക്കുന്ന സാധനമാണ്. പെട്ടെന്ന് തന്നെ ഹോട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും കൈ പൊള്ളും. അവർ നേരെ അത് എന്ത് ചെയ്തു, വായൻ്റെ ഉള്ളിലേക്ക്, അല്ലേ, പുട്ടിട്ട് ഇൻ ടു ഹിസ് മൗത്ത് ഫോർ കൂളിംഗ് ഡൗൺ, അല്ലേ, നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് ഇടുമല്ലോ വായയിലേക്ക്. അങ്ങനെ ഇട്ടപ്പോൾ ഹി സർപ്രൈസ്ഡ്, പെട്ടെന്ന് അവൻ സർപ്രൈസായി. കാരണം എന്താ വെച്ചാൽ ഹി ഡിസ്കവേർഡ് ദാറ്റ് ദ ബേൺഡ് സ്കിൻ ടേസ്റ്റഡ് വണ്ടർഫുള്ളി ഡെലീഷ്യസ്. അപ്പോൾ അത് ആ ബേൺഡ് ആയിട്ടുള്ള പിഗ്ലെറ്റിൽ നിന്ന് എടുത്തിട്ടാണ് അവൻ വായിൽ വെച്ചത്. അപ്പോൾ അവന് ഭയങ്കര നല്ലൊരു, അല്ലെ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരുന്നു. ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് അവന് കിട്ടി. അപ്പോൾ ആ ഒരു ബേൺഡ് സ്കിന്നിന് അത്രയും ടേസ്റ്റ് ഉണ്ട് എന്ന് എങ്ങനെയാണ് അവൻ മനസ്സിലാക്കുന്നത്. സോ ക്യൂരിയസ് ഹി ഡെലിബറേറ്റ്ലി ടേസ്റ്റഡ് അനദർ പീസ്. അങ്ങനെ അവൻ അടുത്ത് കിടക്കുന്ന വേറൊരു അനദർ പീസിന് എന്ത് ചെയ്തു, അവൻ ക്യൂരിയസ്ലി ഈറ്റ് ചെയ്തു. ആൻഡ് ഹി ഫൗണ്ട് ദാറ്റ് റോസ്റ്റഡ് മീറ്റ് ഇൻക്രെഡിബ്ലി ഫ്ലേവർഫുൾ. അങ്ങനെ ആ റോസ്റ്റ് ചെയ്ത് കിടക്കുന്ന ആ ഒരു മീറ്റിന് അത്രയും ഫ്ലേവർഫുൾ ആണ് എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. സൂൺ ഹി ഫോഗോ ദ ട്രാജഡി ഓഫ് ദ ബേൺഡ് ഹൗസ്. അങ്ങനെ തൻ്റെ വീട് അവിടെ കത്തിപ്പോയി എന്നുള്ള ആ ഒരു സത്യമൊക്കെ അവൻ അങ്ങനെ മറന്നു, ആ ഒരു ട്രാജഡിക്ക് അവൻ അങ്ങനെ മറന്നു. എന്നിട്ട് എന്താ ചെയ്തത്, ഹി ബിഗാൻ എൻജോയിങ് ദ റോസ്റ്റഡ് പോർക്ക്. അങ്ങനെ അവൻ ആ റോസ്റ്റഡ് പോർക്ക് ഇങ്ങനെ ഇരുന്ന് തിന്നാൻ വേണ്ടി അങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. വീടൊക്കെ അവിടെ കത്തിക്കറിഞ്ഞ് നിൽക്കുകയാണ്, പക്ഷെ അതൊക്കെ മറന്നിട്ട് അവൻ ഹി സ്റ്റാർട്ടഡ് ടു എൻജോയ് ഹിസ് മീൽ ആസ് എ റോസ്റ്റഡ് പിഗ്. When Hoti saw his son eating the burned piglets, he thought Bubu had gone mad. അപ്പോൾ ഇവൻ ഈ വീടിൻ്റെ കാര്യമൊക്കെ അത്രയും ടെൻഷനായിട്ട് ഇരിക്കുമ്പോൾ, ഈ വീടൊക്കെ കത്തിക്കരിഞ്ഞിരിക്കുമ്പോൾ തൻ്റെ മകൻ ഒട്ടും കെയറല്ലാതെ അതിന് ഒന്നും എന്താ വെച്ചാൽ വളരെ കെയർലെസ് ആയിട്ട് ഈ ഇരുന്നിട്ട് മീറ്റ് കഴിക്കുന്നത് ആണ് ഈ ഹോട്ടി കാണുന്നത്. അപ്പോൾ ഇവന് വട്ടായി എന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്.
ബട്ട് ആഫ്റ്റർ ടേസ്റ്റിംഗ് ദ മീറ്റ് ഹിംസെൽഫ് ഹി ടു റിയലൈസ്ഡ് ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഫാദറിന് ഭയങ്കര ക്യൂരിയോസിറ്റി, എന്താ ഇപ്പോൾ ഇവൻ ഇങ്ങനെ ഇരുന്നത് കഴിക്കുന്നത്, അപ്പം എന്നാൽ ഞാനൊന്ന് പോയി ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതിൽ ഫാദറും പോയിട്ടൊരു ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അല്ലേ ഫാദറിനും എന്ത് തോന്നി, ഓ അത് വളരെ ഡെലീഷ്യസ് ആണെന്ന്, ഒരു എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് അതിനുണ്ട് എന്ന് ഫാദർക്കും തോന്നി. അങ്ങനെ ഫാദർ ആൻഡ് സൺ ഹാപ്പിലി ഫിനിഷ്ഡ് ഈറ്റിംഗ് ദ റോസ്റ്റഡ് പിഗ്സ്. അങ്ങനെ അവിടെ വെന്തുരുകി കിടക്കുന്ന എല്ലാ റോസ്റ്റഡ് പിഗ്സിനെയും സണ്ണും ഫാദറും ഒരുമിച്ച് എന്ത് ചെയ്തു, ഫിനിഷ് ചെയ്തു. അപ്പോൾ അതൊരു കാര്യമാണ്. ഇനി വരുന്നത് എന്താ വെച്ചാൽ റിയലൈസിങ് ദാറ്റ് റോസ്റ്റ് പോക്ക് വാസ് എ വണ്ടർഫുൾ ഡിസ്കവറി, ഹൂട്ടി ആൻഡ് ബൂബു ഡിസൈഡഡ് ടു കീപ് ഇറ്റ് എ സീക്രട്ട്. അപ്പോൾ ഇവരിത് കണ്ടെത്തി, അതായത് റോസ്റ്റഡ് ആയിട്ടുള്ള പിഗിന് വളരെ ടേസ്റ്റ് ആണ് എന്നുള്ളൊരു കാര്യം ഇവർ കണ്ടെത്തിയപ്പോൾ ഇവർ ആരോടും പറയാതെ അങ്ങനെ സീക്രട്ടായിട്ട് വെക്കുകയാണ്. However, whenever they wanted to eat roast pork again, they secretly burned down another house containing piglets. അപ്പോൾ പിന്നീട് ഇവർക്ക് എപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണം, ഇങ്ങനത്തെ ഫുഡ് കഴിക്കാൻ ആഗ്രഹം വന്നാലും ഇവരെന്ത് വെച്ചാൽ സീക്രട്ട്ലി പോയിട്ട് വേറെ ഹൗസിന് തീ വയ്ക്കും. എങ്ങനെ വെച്ചാൽ പിഗ്ലെറ്റ്സ് ഉള്ള വീട് പോയിട്ട് ഇവരെന്ത് ചെയ്യും, സീക്രട്ട്ലി ഇവർ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ വീടിന് തീ വയ്ക്കും. അങ്ങനെ their neighbors noticed that their house were catching fire unusually often and became suspicious. അപ്പോൾ അവരുടെ വീട് ഇങ്ങനെ കത്തുമ്പോൾ ഈ നെയ്ബേഴ്സ് നോട്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ, അതായത് ഇങ്ങനെ അൺയൂഷ്വലി കത്തുകയാണ്, അതായത് ഒരു കാരണമില്ലാതെ കത്തിപ്പിടിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സസ്പീഷ്യസ് ആവുന്നുണ്ട് നെയ്ബേഴ്സ്, എന്തോ ഇതിലുണ്ടെന്ന് അവർക്കും സംശയം തോന്നുകയാണ്. അങ്ങനെ ഇവൻച്വലി ഹൂട്ടി ആൻഡ് ബൂബു വെർ ബ്രോട്ട് ബിഫോർ എ ജഡ്ജ് ആൻഡ് അക്യൂസ്ഡ് ഓഫ് റിപ്പീറ്റ്ലി സെറ്റിംഗ് ദ ഹൗസ് ഓൺ ഫയർ. അങ്ങനെ ഇവർ രണ്ടുപേരും പിടിക്കപ്പെടുകയും അല്ലേ കോർട്ടിൽ പോയിട്ട് ജഡ്ജിൻ്റെ മുന്നിൽ ഇവർ പിടിക്കപ്പെടുകയും എന്താണ് കാരണം, ദേ റിപ്പീറ്റഡ്ലി സെറ്റിംഗ് ഹൗസസ് ഓൺ ഫയർ എന്നുള്ളതിൽ. ഓക്കെ, എന്നിട്ട് ജഡ്ജിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ദ ബേൺഡ് പിഗ്ലെറ്റ്സ് വേർ പ്രസൻറ്റഡ് ആസ് എവിഡൻസ് ഇൻ കോർട്ട്. അങ്ങനെ നമ്മൾ എന്ത് കുറ്റം ചെയ്താലും അതിൻ്റെ മൊഴി ഉണ്ടായിരിക്കും, അതിൻ്റെ തെളിവുണ്ടാവും അല്ലേ. സോ ആ തെളിവ് എവിഡൻസ് കോർട്ടിൻ്റെ മുന്നിൽ അവരെന്ത് ഹാജരാക്കി. തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പിഗ്ലെറ്റ്സ് ആണ്, ബേൺഡ് പിഗ്ലെറ്റ്സ് ആണ്. സോ ദ ജഡ്ജ് ഫസ്റ്റ് എക്സാമിൻഡ് ദ ബേൺഡ് പിഗ്സ്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ജഡ്ജ് എന്താ ചെയ്തത്, ആദ്യം ഇങ്ങനെ ചുറ്റൊക്കെ നോക്കി ഭയങ്കര ഒബ്സർവ് ചെയ്ത് എക്സാമിൻ ചെയ്തു അതിനെ. ലൈക്ക് ബൂബു ഹി ആക്സിഡൻ്റലി ബേൺഡ് ഹിസ് ഫിംഗേഴ്സ് ആൻഡ് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി പുട്ട് ദം ഇൻ ടു ഹിസ് മൗത്ത്. അപ്പോൾ ബൂബുവിനെ പോലെ ആദ്യം ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ജഡ്ജിനും കൈ പെട്ടെന്ന് പൊള്ളുകയും ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വായിലേക്ക് ഇടുകയും അങ്ങനെ ജഡ്ജിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്തു. And unable to resist, he began eating the roasted pig himself. അങ്ങനെ അതിങ്ങനെ നിർത്താൻ കഴിയാതെ ആ ടേസ്റ്റ് കാരണം ജഡ്ജും വീണ്ടും ഇതിങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. സൂൺ എവ്രി വൺ ഇൻ ദ കോർട്ട് റൂം ജോയിൻ ഹിം. അങ്ങനെ ആ കോർട്ട് റൂമിൽ ഇരിക്കുന്ന എല്ലാവരും ജഡ്ജിക്കൊപ്പം അങ്ങോട്ട് കൂടി ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദി എവിഡൻസ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർഡ് ബിക്കോസ് എവ്രിബഡി എൻജോയിങ് ഈറ്റിംഗ് ഇറ്റ്. അപ്പം പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവന്ന ആ തെളിവൊക്കെ അവിടുന്ന് പോയി. തെളിവൊക്കെ പോയിട്ട് എന്താണ്, എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചിരുന്ന റോസ്റ്റഡ് പിഗിനെ അല്ലേ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന തെളിവ് അങ്ങനെ അവിടുന്ന് ഡിസപ്പിയർ ആവുകയാണ്. ബിക്കോസ് ദേ ബിക്കെയിം അല്ലേ, ഇതിപ്പോൾ ആ എവിഡൻസ് ഒക്കെ ഇപ്പോൾ ഓരോരുത്തരുടെയും വയറ്റിലാണ് കിടക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം, അതായത് റോസ്റ്റഡ് പിഗിന് ടേസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം അങ്ങനെ അവിടെ സ്പ്രെഡ് ആവുകയാണ്. So news of this delicious food spread rapidly throughout China. People everywhere began burning down their houses simply to roast pigs. അങ്ങനെ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഈ ഒരു റോസ്റ്റഡ് പിഗിനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ സ്വന്തം വീടുകൾ കത്തിക്കാൻ തുടങ്ങി. ഹൗസ് ബിക്കെയിം മോർ എക്സ്പെൻസീവ് ബിക്കോസ് ദേ ഹാഡ് ടു ബി റീബിൽഡ് റിപ്പീറ്റഡ്ലി ആഫ്റ്റർ ദ മീൽ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഫിനാൻഷ്യലി അവർ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. കാരണം ഓരോ ഭക്ഷണം അല്ലെ, ഓരോ മീറ്റ് കഴിക്കുമ്പോഴും വീണ്ടും ഒരു റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഹൗസ്. റീബിൽഡ് ചെയ്യും, കത്തിക്കും, വീണ്ടും റീബിൽഡ് ചെയ്യും, കത്തിക്കും, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അല്ലേ റിപ്പീറ്റഡ്ലി ആ ഒരു ആക്ഷൻ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി സംവൺ റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് അൺനെസസറി ടു ബേൺ ആൻ എൻറ്റയർ ഹൗസ്. അങ്ങനെ ലാസ്റ്റ് ഒരാൾക്ക് ഫൈനലി മനസ്സിലാവുകയാണ്, അതായത് ഈ ഒരു മീറ്റ് റോസ്റ്റ് ചെയ്തിട്ടുള്ള മീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻറ്റയർ ഹൗസിനെ കത്തിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കുകയും പിഗ്സ് കുഡ് സിംപ്ലി ബി റോസ്റ്റഡ് ഓവർ എ കൺട്രോൾഡ് ഫയർ. ഒരു കൺട്രോൾഡ് ഫയർ കുറച്ചൊക്കെ അല്ലേ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു കൺട്രോൾഡ് ഫയർ അവിടെ ഉണ്ടാക്കിയിട്ട് അതിൽ പിഗിനെ റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുമെന്ന അവസാനം ആരോ കണ്ടെത്തുകയാണ്. സോ ഈ ഒരു പ്രാക്ടിക്കൽ ഡിസ്കവറി സോൾവ് ദ പ്രോബ്ലം ആൻഡ് അലൗഡ് റോസ്റ്റ് പോർക്ക് ടു ബിക്കം എ പോപ്പുലർ ഫുഡ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ഹൗസസ്. അങ്ങനെ ആ ഒരു ഡിസ്കവറിയും എന്താണ്, ഈ വീടുകൾ കത്തിക്കാതെ റോസ്റ്റഡ് പിഗിനെ കഴിക്കാം എന്നുള്ളൊരു ഡിസ്കവറിയിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അവർ സ്റ്റോറി. വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള, വളരെ അല്ലേ ഒട്ടും ലോജിക്കല്ലാത്തൊരു സ്റ്റോറിയാണ്. ഇമാജിനേറ്റീവ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കഥയിൽ ചോദ്യമില്ല. സോ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ളൊരു കഥയാണ് അല്ലേ. സോ
സോ ദ സ്റ്റോറി ഈസ് നോട്ട് ഇൻറ്റൻറ്റഡ് ടു എക്സ്പ്ലെയിൻ ദ റിയൽ ഒറിജിൻ ഓഫ് റോസ്റ്റ് പോക്ക്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്താ ഇതിൻ്റെ എയിം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ശരിക്കും റോസ്റ്റ് പിഗ് കണ്ടെത്തിയെന്നുള്ള ആ ഒരു കാര്യം ഓഡിയൻസിലേക്ക് എത്തിക്കുകയല്ല, പകരം എന്താണ്, ഇറ്റ് ഈസ് എ ഹ്യൂമറസ് ഫാൻറ്റസി ഡിസൈൻ ടു എൻ്റർടൈൻ റീഡേഴ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയതാണ് അല്ലേ. സോ ദ ബേണിംഗ് ഹൗസ് സിംബലൈസസ് ആക്സിഡൻ്റൽ ഡിസ്കവറി. അപ്പോൾ ഇത് ഈ കത്തുന്ന അല്ലെ വീടിനെ കത്തിക്കുക എന്നുള്ളത് ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറി ആയിട്ടാണ് അവിടെ സിംബലൈസ് ചെയ്യുന്നത്. ബൂബൂസ് ക്യൂരിയോസിറ്റി റെപ്രസെൻറ്റ്സ് ദ ഹ്യൂമൻ ഡിസയർ ടു എക്സ്പ്ലോർ ന്യൂ എക്സ്പീരിയൻസസ്. ദ റിപ്പീറ്റഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് satirizes people's foolish tendency to imitate others without thinking logically. അപ്പോൾ ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള വീടുകളെ നശിപ്പിക്കലുണ്ടല്ലോ, ആ ഒരു പ്രവൃത്തി, ഈ ഒരു എസ്സേയിലെ ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡീഡ് എന്ന് പറയുന്നത് ശരിക്കും അതിലൂടെ ചാൾസ് ലാംബ് ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ സറ്റാർ ചെയ്യാണ് ആരെ, അതായത് ഈ പീപ്പിൾസിൻ്റെ അല്ലെങ്കിൽ പീപ്പിളിൻ്റെ ഈ ഒരു ഫൂളിഷ് ടെൻഡൻസി ടു ഇമിറ്റേറ്റ് അതേഴ്സ്. നമ്മൾ അല്ലേ വിത്തൗട്ട് തിങ്കിങ് ലോജിക്കലി, ഒട്ടും ലോജിക്കലി തിങ്ക് ചെയ്യാതെ വേറൊരാളുടെ ഒരു ഫൂളിഷ് കാര്യം നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഹ്യൂമൻ ബീങ്സിൻ്റെ ആ ഒരു ടെൻഡൻസിനെയാണ് ഇവിടെ സറ്റാറൈസ് ചെയ്യുന്നത്. The judge's behavior shows that even respected authorities can forget dignity when tempted by pleasure. അല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലഷർ, ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നമുക്ക് അവിടെ കിട്ടുമ്പോൾ നമ്മളും അതറിയാതെ അവിടെ നമ്മുടെ ഡിഗ്നിറ്റി എന്താണെന്നോ നമ്മുടെ പൊസിഷൻ എന്താണെന്നോ ഒന്നും നോക്കില്ല, നമ്മളും അതിലറിയാതെ എന്താവും അല്ലേ, അതിൽ നമ്മുടെ ഡിഗ്നിറ്റി നമ്മൾ മറക്കും എന്നുള്ളതാണ് ജഡ്ജിൻ്റെ ബിഹേവിയറിലൂടെ ഇവിടെ ലാംബ് പറയുന്നത്. ഫൈനലി ദ ഡിസ്കവറി ഓഫ് റോസ്റ്റിംഗ് പിഗ്സ് വിത്തൗട്ട് ബേണിംഗ് ഹൗസ് സിംബലൈസസ് ദ ട്രയംഫ് ഓഫ് കോമൺ സെൻസ് ഓവർ ബ്ലൈൻഡ് ഹാബിറ്റ്. അപ്പോൾ ഒരു ബ്ലൈൻഡ് ഹാബിറ്റിൽ നിന്നും അല്ലേ എങ്ങനെയാണ് ഒരു സെൻസ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യമാണ് ലാസ്റ്റ് ആ ഒരു ഡിസ്കവറി കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് ക്യാരക്ടറാണ് ബൂബു. അതിന് മുന്നുണ്ട് ഹൂട്ടി ഉണ്ട്. ഹൂട്ടി ആരാണ്? ഫാദറാണ്. ഫാദർ, ദെൻ ബൂബു ആരാണ്? സണ്ണാണ് അല്ലേ. സോ ബൂബുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൺ ഓഫ് ഹൂട്ടിയാണ്. ഇന്നസെൻ്റ് ആണ്, വളരെ ക്യൂരിയസ് ആൻഡ് പ്ലേഫുൾ. ദെൻ ആക്സിഡൻ്റലി ബേൺസ് ഡൗൺ ദ ഹൗസ് അല്ലേ, അവൻ അറിയാതെയാണ് അത് ഹൗസ് ബേൺ ചെയ്യുന്നത്, അങ്ങനെ അവനാണത് കണ്ടെത്തുന്നത്. സോ ദ ഫസ്റ്റ് പേഴ്സൺ ടു ഡിസ്കവർ ദ ഡെലീഷ്യസ് ടേസ്റ്റ് ഓഫ് റോസ്റ്റ് പോർക്ക്. ദെൻ ആൻഡ് ഹി റെപ്രസെൻറ്റ്സ് ക്യൂരിയോസിറ്റി, എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ആക്സിഡൻ്റൽ ഡിസ്കവറി. ഇനി ഹൂട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയാം? ഫാദർ ഓഫ് ബൂബു ആണ്. ദെൻ ഇനീഷ്യലി ആംഗ്രി അബൌട്ട് ദ ഫയർ, soon appreciates the delicious roasted pork, helps keep the discovery secret, then represents the ordinary human weakness and love of pleasure. The judge-നെ കുറിച്ച് പറയുകയാണെങ്കിൽ symbol of authority and justice, initially investigates the crime but after tasting roast pork forgets his official duty, and he represents how pleasure can influence even powerful people. ദെൻ ചൈനീസ് പീപ്പിൾ അടുത്തൊരു സിംബലൈസ് ആണ്. അതെന്താണ്? ക്വിക്ലി ഇമിറ്റേറ്റ് ഹൂട്ടി ആൻഡ് ബൂബു, ദെൻ ബിഗിൻ ബേണിംഗ് ഹൗസസ് ടു ഒബ്റ്റെയിൻ റോസ്റ്റ് പോർക്ക്, ദെൻ ദേ റെപ്രസെൻറ്റ്സ് ബ്ലൈൻഡ് ഇമിറ്റേഷൻ ആൻഡ് ലാക്ക് ഓഫ് ട്രഡീഷണൽ തിങ്കിങ്. ഓക്കെ, സോ ഇതാണ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് പറയുന്നുണ്ട്. അതായത് ബൂബു ആക്സിഡൻ്റലി ബേൺസ് ദ ഹൗസ്. അറിയാതെയാണ് അല്ലേ ബൂബുവിടെ ഹൗസ് ബേൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? ബിഗിൻസ് ദ എൻറ്റയർ സ്റ്റോറി തുടങ്ങുന്നത് അവിടെയാണ്. ഷോസ് ദാറ്റ് മെനി ഡിസ്കവറീസ് ഹാപ്പൻ ആക്സിഡൻ്റലി. ദെൻ ബൂബു ടേസ്റ്റ് ഹിസ് ബേൺഡ് ഫിംഗർ. ബേൺഡ് ഫിംഗർ ടേസ്റ്റ് ചെയ്യാൻ മീൻസ് നമ്മളൊരാൾ കൈ പൊള്ളുമ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് നമ്മുടെ മൗത്തിലേക്കാണ്. അതുപോലെ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഈ ഒരു ഡിസ്കവറിയിലേക്ക് ലീഡ് ചെയ്തത്. സോ ഇറ്റ് ലീഡ്സ് ടു ദ ഡിസ്കവറി ഓഫ് റോസ്റ്റ് പോർക്ക്, ഡെമോൺസ്ട്രേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യൂരിയോസിറ്റി. ദെൻ ഹോട്ടി ഓൾസോ ടേക്സ് ദ meat and it confirms the discovery, shows how experience change people's opinion. Then father and son repeatedly burns houses. Avude significance endana? Creates humor through exaggeration, satirizes irrational human behavior. Satirizes irrational human behavior. Then court scene വരുന്നുണ്ട്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? one of the funniest parts of the essay another. Even the judge forgets justice after tasting roast pork. Then it shows that pleasure can overcome authority and reason. അല്ലേ, അതൊരു അതോറിറ്റി ആണെങ്കിലും ഒരു പവർഫുൾ ആളാണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്ലഷറിനോടുള്ള ടെംപ്ടേഷൻ അല്ലേ, അതിനോടുള്ള കൊതി നമ്മളെ എന്തിൽ നിന്നും അല്ലേ നമ്മളെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തും എന്നുള്ളതാണ്. ദെൻ പീപ്പിൾ ത്രൂ ഔട്ട് ചൈന ഇമിറ്റേറ്റ് ദം.
അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ സറ്റൈറൈസസ് society's tendency to follow others blindly and highlights the spread of customs without questioning them. ഒന്നും അതിനെ ചോദ്യം ചെയ്യാതെ ആ ഒരു കസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ബിഹേവിയറിനെയാണ് സറ്റൈറൈസ് ചെയ്യുന്നത്. ദെൻ റോസ്റ്റിംഗ് പിഗ്സ് വിത്തൗട്ട് ബേണിംഗ് ഹൗസ്. ലാസ്റ്റ് ആ ഒരു കാര്യത്തിലേക്ക് ലോജിക്കൽ റീസണിലേക്ക് എത്തുന്നുണ്ട്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിക്ടറി ഓഫ് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസിനെയാണ്. ആൻഡ് എൻഡ്സ് ദ സ്റ്റോറി വിത്ത് എ സെൻസിബിൾ സൊല്യൂഷൻ. ഇതിൻ്റെ മെയിൻ തീംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം നമുക്ക്? ആക്സിഡൻ്റൽ ഡിസ്കവറീസ്, ഹ്യൂമൻ ക്യൂരിയോസിറ്റി, ലവ് ഓഫ് ഫുഡ്, ബ്ലൈൻഡ് ഇമിറ്റേഷൻ, സറ്റയർ ഓൺ ഹ്യൂമൻ ഫോളിഷ്നെസ്, ഹ്യൂമർ ഇൻ എവറിഡേ ലൈഫ്, കോമൺ സെൻസ് ആൻഡ് പ്രാക്ടിക്കൽ വിസ്ഡം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു അല്ലേ, വളരെ സക്സസ്ഫുള്ളി നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ, വെരി എന്താ പറയേണ്ടത്, സറ്റാരിക്കൽ ആൻഡ് ഓൾസോ ഹ്യൂമറസ് വേ ഓഫ് അല്ലേ നറേറ്റിംഗ് ദ സ്റ്റോറിയാണ് ഈ ഒരു അല്ലേ ഏതാണ് ഡിസേർട്ടേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ് എന്ന് പറയുന്ന ചാൾസ് ലാമ്പിൻ്റെ ഈ ഒരു വർക്ക് കേട്ടോ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. നെക്സ്റ്റ് യൂണിറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് എന്താണ് നെക്സ്റ്റ് യൂണിറ്റ് പറയുന്നത്? ലോർഡ് ബാരൺ ആണ് അടുത്ത റൈറ്റർ. അദ്ദേഹത്തിൻ്റെ റോൾ ഓൺ ദോ ഡീപ്പ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഓഷ്യൻ, ജോർജ് ദ തേർഡ് എന്നുള്ളൊരു വർക്കാണ് കേട്ടോ. സോ 3 എണ്ണം ഉണ്ട്. റോൾ ഓൺ ദോ ഡീപ്പ് ആൻഡ് ഡാർക്ക് ഓഷ്യൻ ബ്ലൂ, ദെൻ ജോർജ് ദ തേർഡ് എന്ന് പറയുന്ന 2 എന്താ പറയണ്ടേ പോയംസ് ആണ് ആ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. സോ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് യൂണിറ്റ് ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, സോ today's session is all about എന്താണ് നമ്മുടെ dissertation upon roast pig. I hope these clears are clear for you, or this sessions or these concepts are clear for you. Okay, so that's it. Thank you.